ഒരു താൽക്കാലിക ഹെലിപ്പാഡ് കാരണം പൊല്ലാപ്പിലായിരിക്കുകയാണ് വയനാട് കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് പിന്നാലെ പ്രധാനമന്ത്രിക്ക് ഇറങ്ങാനാണ് ഇവിടത്തെ ഗ്രൗണ്ടിൽ ഹെലിപ്പാഡ് നിർമ്മിച്ചത്. ഇത് പൊളിച്ചു മാറ്റാൻ നടപടിയില്ലാത്തത് മൂലം പ്രതിസന്ധിയിലാണ് കായിക പരിശീലനം നടത്തുന്നവർ. പ്രധാനമന്ത്രിയുമായി ഹെലികോപ്റ്റർ വന്നിറങ്ങിയത് ഓഗസ്റ്റ് 10-ന്. മാസങ്ങൾക്കിപ്പുറവും ഈ ഗ്രൗണ്ടിലെ ഹെലിപ്പാഡ് പൊളിച്ചു മാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ല. 1500ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഗ്രൗണ്ടാണിത്. ഈ സ്കൂൾ മൈതാനിയിൽ കളിയാരവങ്ങൾ ഒഴിഞ്ഞ മാസങ്ങളായി. കായിക പരിശീലനങ്ങളും പ്രഭാത സായാഹ്ന നടത്തവും മറ്റ് കായിക മത്സരങ്ങളുമൊക്കെയായി സജീവമായിരുന്ന മൈതാനമായിരുന്നു ഇത്. സ്കൂൾ വിദ്യാർത്ഥികളും ഈ ഗ്രൗണ്ടിനെ പ്രയോജനപ്പെടുത്തിയിരുന്നു. ഓഗസ്റ്റ് 10-ന് പ്രധാനമന്ത്രി എത്തുന്നതിനോടനുബന്ധിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിലായിരുന്നു ഹെലിപ്പാഡിന്റെ നിർമ്മാണം. ഗ്രൗണ്ടിന്റെ പ്രധാന ഭാഗം ഈ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു. പ്രധാനമന്ത്രി അന്നു തന്നെ മടങ്ങി. എന്നിട്ടും ഹെലിപ്പാഡ് പൊളിച്ചു നീക്കി മൈതാനം പൂർവ്വസ്ഥിതിയിലാക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. ഇപ്പോൾ ഈ സ്കൂളിലെ 1500 കുട്ടികൾക്ക് കളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുടെ ഗ്രൗണ്ട് ഉള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റ ഗ്രൗണ്ടാണ് ഇത്രയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളത്. കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഈ സമയം വരെ കുട്ടികൾക്ക് ഈ ഗ്രൗണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങളുടെ സ്കൂളിലെ സ്പോർട്സ് ഞങ്ങൾ നടത്തിയത് മരവേൽ സ്റ്റേഡിയത്തിൽ പൈസ കൊടുത്ത് ആണ്. അപ്പോൾ ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ബുദ്ധിമുട്ടുകളാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എത്രയും വേഗം ഇത് പൊളിച്ചു നീക്കി കുട്ടികൾക്ക് ഈ ഗ്രൗണ്ട് കളിക്കാൻ യോഗ്യമായ രീതിയിൽ മാറ്റിത്തരിക. നാട്ടുകാർക്കും പ്രയോജനകരമായ മൈതാനമാണിത്. സ്കൂൾ അധികൃതർ നിരവധി തവണ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഇല്ല എന്നാണ് ആരോപണം. ഇവിടെ എല്ലാം പൊതുജനങ്ങളടക്കം ഉപയോഗപ്പെടുന്ന ഒരു ഗ്രൗണ്ടാണിത്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത് പഴയ അവസ്ഥയിലേക്ക് ആക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും ഗുണകരം, കുട്ടികൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും വളരെ ഗുണമാണ്. കുട്ടികളുടെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവർക്ക് വേറൊരു ഗ്രൗണ്ട് ഇല്ലെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റി കൊടുത്തിട്ട് സർക്കാർ ഭൂമി ധാരാളമായിട്ട് അവൈലബിൾ ആണ്. അവിടെ ഏറ്റവും സൂട്ടായിട്ടുള്ള ഇത് ഹെലിപ്പാഡിനൊക്കെയുള്ള സൗകര്യങ്ങൾ വേണമല്ലോ. ആ രീതിയിലുള്ള ഒരു സ്ഥലത്ത് ഇത് ക്രമീകരിക്കുന്നതായിരിക്കും ഏറ്റവും ഇതായിട്ട്. ഗ്രൗണ്ട് ഇല്ലാത്തത് മൂലം ഈ സ്കൂളിലെ കായികമേള പോലും മറ്റൊരിടത്തേക്ക് മാറ്റേണ്ടി വന്നു. മൈതാനം പൂർവ്വസ്ഥിതിയിലാക്കാൻ കലക്ടർ വേഗത്തിൽ നടപടിയെടുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. പ്രഭാത നടത്തമുണ്ടായിരുന്നു, കായിക പരിശീലനം ഉണ്ടായിരുന്നു, ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെ സജീവമായിരുന്ന ഒരു ഗ്രൗണ്ടിന്റെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. മാസങ്ങൾ കഴിഞ്ഞിട്ട് ഹെലിപ്പാഡ് പൊളിച്ചു മാറ്റാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. പ്രതികരണങ്ങളിലേക്കാണ് ഇനി. SKMJ സ്കൂളിൽ അന്ന് പ്രധാനമന്ത്രി വന്നെന്ന് പറഞ്ഞിട്ട് ഇന്റർലോക്കൊക്കെ വിരിച്ചിരുന്നു. പക്ഷെ അത് ഇതുവരെയായിട്ട് എടുത്ത് മാറ്റിയിട്ടില്ല. ഒരു 4 മാസത്തോളം അവിടുത്തെ കുട്ടികളെ കളിയും ഭാവി തലമുറയാണല്ലോ, അവരെ കളി മുടങ്ങി. പിന്നെ ഇവിടെ രാവിലെ തന്നെ നമ്മൾ തന്നെ പോയി കളിക്കലുണ്ട്. അതൊക്കെ ഇപ്പോൾ മുടങ്ങി കിടക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയതിന് ശേഷം ഇതുവരെ പൊളിച്ച് മാറ്റിയിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് രാവിലെ ഓടാനും വൈകുന്നേരം ഒക്കെ ഓടാനും പിന്നെ ഉച്ചയ്ക്ക് ഒക്കെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ ആരും കളിക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പൊളിച്ച് മാറ്റണം എന്നാണ്. അപ്പോൾ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയൊരു ഗ്രൗണ്ട് തന്നെ ഈ ഒറ്റ ഗ്രൗണ്ട്. അതിങ്ങനെ ഇതായി കഴിഞ്ഞാൽ എത്ര ഫുട്ബോളേഴ്സൊക്കെ ഇവിടെ കളിച്ചതന്നെ ഉള്ളൂ. ഇപ്പോൾ മരവേൽ സ്റ്റേഡിയം വന്നു എന്ന് പറഞ്ഞിട്ടില്ല, അവിടെ എത്തിപ്പെടാനുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ ഗ്രൗണ്ടിൻ്റെ അവസ്ഥയാണെങ്കിലും കുറച്ചായിട്ട് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ തന്നെയാണ് നന്നാക്കി എടുത്തത്. ഇപ്പോൾ ടൗണിൽ എന്ത് പരിപാടി വന്നാലും ഈ ഒരു ഗ്രൗണ്ടാണ് ഇവർ ഏറ്റെടുക്കുന്നത്. പിന്നെ പരിപാടി കഴിഞ്ഞ് അവരങ്ങനെ ഒരു പോക്ക് പോവാണ്. ബാക്കി നമ്മൾ നന്നാക്കി എടുത്താലായി. അപ്പോൾ അക്കാര്യത്തിൽ അവർ ആവശ്യപ്പെടുന്ന തരത്തിലൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.